Good morning, Shani. Good morning. Good morning. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഇഷാൻകുട്ടന്റെ ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് കണ്ടാലോ. ഇതാ രാവിലെ തന്നെ ആളെ എണീറ്റിട്ടുണ്ട്. 7 മണിയാണെന്നുണ്ടെങ്കിൽ അവൻ എണീക്കും. അതിനിപ്പോ എത്ര ലേറ്റായി ഉറങ്ങിയാലും 7 മണി 7:30 ഇതിനുള്ളിൽ അവൻ എന്തായാലും എണീച്ചിരിക്കും. പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം കിടന്ന് കളിച്ചോളും. ദാ ഇപ്പൊ ആള് എണീറ്റിട്ടുണ്ട്. ഉറക്കത്തിന്റെ ആ മന്ദപ്പൊക്കെ വിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അച്ഛന്റെ കൂടെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് ആള് ഇങ്ങനെ ആസ്വദിച്ച് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 8 മണി 8:30 ആ ഒരു ടൈം വരെ ആള് ഇങ്ങനെ കിടന്ന് കളിച്ചോളൂ കേട്ടാ. നമുക്കപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാം. ആള് അടിപൊളിയായിട്ട് അവിടെ കിടന്ന് കളിച്ചോളും. നല്ല സുന്ദര കുട്ടിയായിട്ട് കിടന്ന് കളിക്കും. ഈ സമയത്ത് ഞാൻ എൻ്റെ മാക്സിമം എല്ലാ പരിപാടികളും കഴിച്ചു വരും. അവനെ ഇടയ്ക്ക് അവനെ വന്ന് നോക്കും, കളിപ്പിക്കും. ഇങ്ങനെയാണ് മോർണിംഗ് റൂട്ടീൻ ഞങ്ങളുടെ. ഇത് ഇഷാന്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇത് കൊടുത്ത ആൾ എത്ര നേരം വേണമെങ്കിലും അതും പിടിച്ച് അവിടെ ഇരുന്നോളും. അപ്പം മിക്ക ദിവസവും ഞാനിത് കൊടുക്കാറുണ്ട്. ഇങ്ങനെ കയ്യിൽ കൊടുക്കും. അപ്പം ആളത് പിടിച്ച് ഇങ്ങനെ കളിച്ചിരിക്കും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് അങ്ങനെ ഇഷാന് കൊടുക്കാറുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അമ്മു ചേച്ചി വന്നിട്ടുണ്ട്. അമ്മു ചേച്ചി എണീറ്റാൽ നേരെ വരുന്നത് ഇഷാൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ഇഷാൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ അവർ രണ്ടാളും കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ പിന്നെ അമ്മുവാണ് നോക്കാറ് അവനെ. ഞാൻ വല്ലപ്പോഴും ഒന്ന് വന്ന് നോക്കാറേ ഉള്ളൂ. അമ്മു ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ഇഷാനെ നോക്കും. പിന്നെ ഇതാ അമ്മയുടെ കൂടെയാണ് ബാക്കിയുള്ള ടൈം. ഒരുപാട് നേരം അമ്മയുടെ കൂടെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ ഒരുപാട് ആ മോർണിംഗ് ടൈം ആൾ ഭയങ്കര ആക്റ്റീവാണ്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്യും. നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടാവുന്ന ടൈമിലത്. അപ്പോൾ ആളും ആ രീതിയിൽ തന്നെ നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇരുന്ന് തരും. ഇതാ ഇഷാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനാണ്. ഇഷാന് ഞാൻ എപ്പോഴും ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചായാലും എല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഒരു ദിവസം കൊടുത്തതായിരിക്കില്ല പിന്നെ കൊടുക്കാറ്. ഇന്നിതപ്പോൾ ആപ്പിളാണ് കൊടുക്കാറ്. ക്യാരറ്റ് കൊടുക്കാറുണ്ട്, ബീട്രൂട്ട്, അങ്ങനെ ചേഞ്ച് ചെയ്ത് ഞാൻ കൊടുക്കാറുണ്ട്. ഇന്ന് ആപ്പിളാണ്. ആപ്പിള് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതൊക്കെ ഇഷാന് സെപ്പറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇഷാന് വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുള്ള പാത്രങ്ങളാണ്. സ്റ്റീൽ പാത്രങ്ങളാണ് ഞാൻ ഇതിനായിട്ട് ഇഷാന് വേണ്ടി പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പം അതിലാണ് ഇഷാൻ്റെ എല്ലാതും. ഇഷാന് ഫീഡ് ചെയ്യാനും അവൻ്റെ എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്യാനൊക്കെ ഞാൻ ഇതുപോലത്തെ സെപ്പറേറ്റ് പാത്രങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിലാണ് ഇഷാൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറ്. പിന്നെ ഇതാ ഇഷാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണിത്. വെള്ളം കൊടുക്കും. നല്ല തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാറുണ്ട്. കുറച്ച് നമ്മൾ ആപ്പിളോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ചായിട്ട് കൊടുക്കാറുണ്ട് വെള്ളം. പിന്നെ ആപ്പിള് ബോയിൽ ചെയ്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. അത് കൊടുക്കും. അവന് ഇഷ്ടമാട്ടോ, അവൻ കഴിക്കാറുണ്ട്. ഇതാണ് കിടത്തി ഇരുത്തിയൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ആളൊന്ന് കുറച്ച് നേരം കിടക്കും. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഐറ്റം ഇത് പിടിച്ചിട്ടാണ് അവന് മിക്ക ടൈമും ഉണ്ടാവാറ്. അപ്പം അതും പിടിച്ചിട്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ നല്ല പീസ്ഫുള്ളായിട്ട് ആൾ ഉറങ്ങുന്നുണ്ട്. കുറച്ച് നേരം കിടന്നിട്ട് അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉറങ്ങും കേട്ടോ. ആ സമയം കൊണ്ട് എനിക്ക് എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ നിഷാനായിട്ട് ഹോസ്പിറ്റലിലൊന്ന് പോകണമായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അവൻ്റെ കയ്യിൽ ഒരു മുറിവ് പോലെ. അപ്പം അതൊന്ന് എന്താണ് ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇതാണ് അവന് ഞാൻ എടുത്തു വെച്ച ഡ്രസ്സ്. അപ്പം ആളപ്പോഴും ഉറക്കത്തിലാണ്. ഡ്രസ്സ് ഇടാനായിട്ട് എടുത്തപ്പം ഉണർന്നു. അച്ഛനാണ് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ പാമ്പേഴ്സ് നമ്മളിത് എങ്ങോട്ടെങ്കിലും പോകുമ്പോഴാണ് പാമ്പേഴ്സ് യൂസ് ചെയ്യാറ്. ഞാൻ പാമ്പേഴ്സാണ് യൂസ് ചെയ്യാറ്. എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് പാമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് അവൻ്റെ ഉറക്കം ബ്രേക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് നൈറ്റ് ഉറങ്ങുന്ന സമയത്തും യൂസ് ചെയ്യാറുണ്ട്. ആള് നല്ല സുന്ദര കുട്ടപ്പനായി റെഡി ആയിട്ട് ഉണ്ട്. ഉറക്കമൊക്കെ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എണീറ്റതാണ്. അപ്പോൾ ആള് റെഡിയായി അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അച്ഛൻ്റെ കൂടെ.
അങ്ങനെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടതിന്റെ പേരിലാണ് എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് അവന് കുളിക്കാനുള്ള ടൈമാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ബാത്ത് ടബാണ്. ഇതിലാള് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൽ കിടത്തിയാല് ഭയങ്കര ഹാപ്പിയാണ്. കിടന്ന് കളിക്കും. നമുക്ക് കുളിക്കുന്ന സമയമൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ നിന്ന് തരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതില് ആളെ കുളിപ്പിക്കാനൊക്കെ. നല്ല അടിപൊളിയാണ്. അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ഇതിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 2000 ആ ഒരു റേറ്റ് ആയിരുന്നു ഇതിനാ സമയത്ത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. ഇനി കുറച്ച് പാക്കിംഗ് ടൈമാണ്. നമ്മൾ കൊട്ടിയൂര് പോവാണ് ട്ടോ. ഒരു 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. കണ്ണൂരാണ്. അപ്പൊ ഇഷാനെ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ട്രിപ്പ് കൊണ്ടുപോകുന്നത്. എന്താവുന്നൊന്നും അറിയില്ല. അപ്പൊ അതിന് അവന് വേണ്ടിയിട്ട് ഒരു ഷൂ എടുത്തിട്ടുണ്ട്, ഒരു പെയർ സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അറിയാലോ, ബേബീസിനായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം പെയർ ഡ്രസ്സസ് എടുക്കണം. അങ്ങനെ അവന് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ വെയർ ആണ്. ഞാനിത് അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ചോറൂണിൻ്റെ സമയത്ത് ഇടാലോ എന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു. ആ സമയത്തേക്ക് എത്തിയില്ല, എനിക്ക് ഇടാൻ പറ്റിയില്ല, ഇട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി മീഷോ നട്ടാ വാങ്ങിയത്. ഇത് പിന്നെ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിയൊരു അടിപൊളി ഡ്രസ്സാണ്. ഇതും നല്ല അടിപൊളിയാണ്. അവന് നല്ല കോട്ടൊക്കെ ആയിട്ട് എനിക്കൊരുപാട് ഇഷ്ടമാണ്. അപ്പം അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ഡ്രസ്സസാണ് ഞാൻ അവന് കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ ചൂടുവെള്ളമൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഒരു ബോട്ടിൽ. ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റി എന്ന് വരില്ല, സിറ്റുവേഷൻസ് കാരണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഫോർമുല കൊടുക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ടുപോകാനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു ക്യാരി ബാഗ് അവനെ ക്യാരി ചെയ്യാനായിട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോർമുല എടുത്തിട്ടുണ്ട്, അതിനു വേണ്ടി ഫീഡിങ് ബോട്ടിൽ. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കൊടുത്താൽ പിന്നെ അവന് അത് മതി. അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം, ഒരു 2 ഇയേഴ്സ് വരെയൊക്കെ നമുക്ക് ബേബീസിന് കൊടുക്കേണ്ട ഡ്രോപ്സാണിത്. D3 ഡ്രോപ്സ് വിറ്റാമിൻ. അപ്പം അത് എടുത്തു വെച്ചിട്ടുണ്ട്, മറക്കരുത്. പിന്നെ നമ്മുടെ വൈപ്സ്, ഡയപ്പർ റാഷ് ക്രീം. ഞാൻ ഹിമാലയയുടെ കേട്ടോ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ എനിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവന് നമുക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. അതിന് റാഗിയാണ് ഞാൻ ഉച്ചയ്ക്ക് അവന് കൊടുക്കുന്നത്. അപ്പം അത് അവൻ്റെ അച്ഛനാണ് കൊടുക്കുന്നത്. റാഗി പനം കൽക്കണ്ട ഉണ്ടല്ലോ, അതിട്ട് നന്നായി കുറുക്കിയെടുത്തതാണിത്. അപ്പം അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ അവൻ്റെ ഒരു ആഫ്റ്റർനൂൺ വരെയുള്ള ഒരു ദിവസമാണിത്. പിന്നെ ഞങ്ങൾ അതിനുശേഷം എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ കൊട്ടിയൂർ പോകുന്നത്. അപ്പം അവന് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്, അമ്മു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ, എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അവന് നല്ല ഹാപ്പി ആയിരുന്നു. അപ്പം ഇത്രയാണ് അവൻ്റെ ഒരു ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്